ഇവരെ കണ്ടോ? ഇവർ 2 പ്രാവശ്യമാണ് വിവാഹിതരായത്. ആ 2 കല്യാണവും നമുക്ക് കാണണ്ടേ അല്ലേ? 2 പേരും ഡോക്ടേഴ്സാണ്, ശ്രീലക്ഷ്മിയും ഷാരോണും. ഇവരാരാണെന്നറിയണ്ടേ? പണ്ട് എൻ്റെ എല്ലാം ചെറുപ്പകാലത്ത് വനിതാ ദ്വൈവാരിക അതുപോലെ തന്നെ എല്ലാ ഡെയിലി പേപ്പേഴ്സും ഓണം, വിഷു ഇങ്ങനെയുള്ള നല്ല പ്രധാന ദിവസങ്ങളിൽ കുറച്ച് ഫോട്ടോസ് കാണും. നല്ല നല്ല മോഡലിനെ കൊണ്ടുവന്നിട്ടും കുറേ കുട്ടികളെ കൊണ്ടുവന്നിട്ടുമുള്ള ഫോട്ടോസ്. ശരിയാണ്, മട്ടന്നൂർ സിനി സ്റ്റുഡിയോയെ കുറിച്ചാണ് പറയുന്നത്. ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടിയ സിനി സ്റ്റുഡിയോ. ഒരുപാട് വർഷം, എത്ര വർഷമായി എന്ന് എനിക്കറിയില്ല, അത്രയും വർഷം പണ്ട് മുതലേ പേര് കേട്ട മട്ടന്നൂരിലെ സിനി സ്റ്റുഡിയോ ഉടമ സിനി ലക്ഷ്മണൻ്റെയും ജിജിയുടെയും മകൾ ശ്രീലക്ഷ്മിയുടെ കല്യാണമാണ് നമ്മളീ കാണാൻ പോകുന്നത്. ഇവർ 2 പ്രാവശ്യം വിവാഹം കഴിച്ചതെന്ന് പറഞ്ഞില്ലേ, ആ വിവാഹം നമുക്ക് കാണണം. ഈ വിവാഹത്തിൽ എനിക്കും ക്ഷണമുണ്ടായിരുന്നു. ഞാനങ്ങനെ അവിടെ പോയി. വിവാഹം ഏച്ചൂർ CR ഓഡിറ്റോറിയത്തിലായിരുന്നു. അപ്പോൾ ചെറുക്കനെയും പെണ്ണിനെയും ചെറുക്കനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇങ്ങനെ നിൽക്കുന്നതായിരുന്നു. അപ്പോൾ ഈ ശ്രീലക്ഷ്മി കുട്ടിയുടെ അച്ഛൻ ലക്ഷ്മണൻ പ്രത്യേകമായിട്ട് എന്നെ വെൽക്കം ചെയ്തു. അതിനുശേഷം എന്നോട് ചോദിച്ച് നമ്മളെ ഒരു റീൽസൊക്കെ കാണുമല്ലേ. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. മാത്രമല്ല, ഈ അച്ഛൻ എൻ്റെ മനസ്സിൽ ആ സമയത്ത് വാനോളം ഉയർന്നു. കാരണം 10-ലധികം ക്യാമറമാൻമാരുണ്ട്, ഫോട്ടോ ആയിട്ടും വീഡിയോ ആയിട്ടും എടുക്കാൻ വേണ്ടിയിട്ട് 10-ൽ കൂടുതൽ ക്യാമറമാൻ. അപ്പോൾ അവരെയൊക്കെ വെച്ചിട്ട് അവരൊക്കെ വീഡിയോ എടുത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതിൻ്റെ നടുക്കാണ് എന്നോട് ചോദിച്ച് നമ്മുടെ റീൽസും കൂടി കാണില്ലേ എന്ന്. അപ്പോൾ സോ പ്രൗഡ് മൂമെൻ്റ് ആയിരുന്നു അത്. എന്തായാലും ആ അച്ഛൻ എൻ്റെ മനസ്സിലും വാനോളം ഉയർന്നു എന്ന് പറഞ്ഞാൽ പോരാ. അതിനുശേഷം ഞാൻ വീണ്ടും ഒന്ന് എടുത്ത് ചോദിച്ചു, ഞാൻ വീഡിയോ എടുക്കണമെന്ന്. അപ്പോൾ പറഞ്ഞു എടുക്ക് എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ കയ്യിൽ മറ്റൊന്നും ഉണ്ടായിട്ടില്ല, ജിമ്പലോ ഒന്നും ഉണ്ടായിട്ടില്ല, ഉള്ള മൊബൈൽ വെച്ചിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഒരുപാട് സന്തോഷം തോന്നിയ ആ ഒരു നിമിഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം എനിക്ക് ബാഡ് അനുഭവം കിട്ടിയ കുറേ സന്ദർഭമുണ്ട്. എന്തായാലും കല്യാണം അതിഗംഭീരമായിട്ട് ഗംഭീരമായിട്ടുള്ള കല്യാണമായിരുന്നു. ഇതിൽ കുറേ VIPs ഉണ്ട്, അതുപോലെ സാധാരണക്കാർ എല്ലാവരും ഉണ്ട്. നല്ലൊരു കല്യാണം. ആ കല്യാണം നമുക്ക് കാണാം. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സദ്യ ഒരു രക്ഷയില്ല. കാരണം ഞാൻ കഴിക്കാനിരുന്നിട്ട് ഞാൻ എണ്ണിയത് ഒരു 23 തരം കറികൾ എണ്ണിയിട്ടുണ്ടായിരുന്നു. ബാക്കി ഞാൻ മറന്നുപോയി, എണ്ണാൻ പറ്റിയിട്ടില്ല. അത്രയും ഗംഭീരമായ ഒരു സദ്യ തന്നെ ഒരുക്കിയിരുന്നു. അതുപോലെ തന്നെ കല്യാണ കതിർ മണ്ഡപമൊക്കെ ഒരുക്കിയത് വളരെ ഭംഗിയോട് കൂടിയും വളരെ എന്താ പറയേണ്ടത്, നിങ്ങൾ ഏതായാലും കണ്ടു നോക്ക്. നമുക്ക് എന്തായാലും ഈ കല്യാണം കാണാം. അതുപോലെ തന്നെ ആദ്യത്തെ കല്യാണവും 2ാമത്തെ കല്യാണവും നമുക്ക് കാണാം, കണ്ടിട്ട് വരാം. ഡോക്ടർ ശ്രീലക്ഷ്മി എന്ന ശ്രീകുട്ടിയെ കതിർമണ്ഡപത്തിലേക്ക് ആനയിച്ചു കൊണ്ടുവരുന്നൊരു അതിമനോഹരമായ കാഴ്ചയാണ് ഈ കാണുന്നത്. അച്ഛനും അമ്മയും സഹോദരി പാറുവും കൂടി ചേർന്ന്, അതുപോലെ തന്നെ റിലേറ്റീവ്സ്, കുറേ ഫ്രണ്ട്സും, അങ്ങനെ വൻ ക്രൗഡോട് കൂടിയാണ് കതിർമണ്ഡപത്തിലേക്ക് കല്യാണ പെണ്ണായ ശ്രീകുട്ടി വരുന്നത്. അത് നല്ലൊരു കാഴ്ച. പഴയ കാലത്താണെങ്കിൽ, എൻ്റെയൊക്കെ കല്യാണ സമയത്താണെങ്കിൽ പെൺവീട്ടിൽ നിന്നാണ് കല്യാണം. എനിക്ക് ഏറ്റവും ഇഷ്ടം അങ്ങനെ തന്നെയാണ്. പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് പെണ്ണ് ഇറങ്ങി വരുന്ന കാണാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അപ്പോൾ അന്നത്തെ കാലത്ത് പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് റൂമിൽ നിന്ന് ഒരുക്കി നിർത്തി, അതിനുശേഷം അമ്മ ഒരു തളികയിൽ മുല്ലമാലയും ആയിട്ട് പെൺകുട്ടിയുടെ കയ്യിൽ കൊടുത്ത്, അങ്ങനെ പെൺകുട്ടി ഈ മുല്ലമാലയുമായിട്ട്
കതിർമണ്ഡപത്തിലേക്ക് ഇറങ്ങി വരുന്ന ഒരു മനോഹര കാഴ്ചയാണ് പണ്ട് കാലത്ത് കാണുന്നത്. ഇപ്പോൾ കാലം മാറി, അതിനനുസരിച്ച് നമ്മളും മാറണ്ടേ. ഭദ്രം കർമ്മേഭിः ശൃണുയാമ ദേവാ ഭദ്രം പശ്യേമാക്ഷഭിര്യജത്രാ സ്ഥിരൈരംഗൈരുഷ്ടുവാംസനോഭിർവിഷേമ ദേവഹിതം യദായു ഗണാനാം ത്വാം ഗണപതി അവാമഹേ കവിം കവീനാമുപമശ്രവസ്തമം ജ്യേഷ്ഠരാജം ബ്രഹ്മണാം ബ്രഹ്മണസ്പദ ആനശൃണ്വന്നോതിഭിः ശ്രീദസാദനം സംസമിദ്ദിവസേ വൃഷന്നഗ്നേ വിശ്വാരര്യ ബൃഹസ്പതേ സമിധ്യസേ സനോ വസുന്യാഭരാ സംഗച്ഛത്വം സംവദധ്വം സംഭ്രോമനാംസി ജാനതാം ദേവാഭാഗൈര്യഥാ ഭൂമേ സഞ്ജാനാനാ ഉപാസതേ സമാനോ സമാനം മന്ത്രമഭിമന്ത്രയേവ സമാനേന വോഹവിഷാജുഹോമി സമാനീവ ആഭൂതി സമാനാഹൃദയാനി വാ സമാനമസ്തു ഭോവനോ യഥാവസ്തു സഹാസദീ ഐകമത്യം ഭവേദേഷാം ബ്രഹ്മണാമനീഷിണാം സർവൈരദാജായേന സംവാദാഗ്നി പ്രസീദതൂ സ്വസ്തി ന ഇന്ദ്രോ വൃദ്ധശ്രവാ സ്വസ്തി നഃ പൂഷാ.
കല്യാണ മണ്ഡപത്തിൽ നിന്ന് മഞ്ഞച്ചരടിൽ കോർത്ത താലി ആദ്യം കെട്ടി അതിനുശേഷം സ്വർണ്ണത്താലി ചാർത്തി പിന്നീട് ഗുരുവായൂർ അമ്പലനടയിൽ വെച്ച് രണ്ടാമതും വിവാഹം കഴിച്ച ശ്രീലക്ഷ്മിയും ഷാരൂണും നല്ലൊരു മക്കളാണ്. ഇവർക്ക് ഭാഗ്യം എന്ന് പറഞ്ഞാൽ മഹാഭാഗ്യമാണ്. അതായത് 2 പ്രാവശ്യം കല്യാണം കഴിക്കാൻ അവസരം കിട്ടിയ, അതും 3 പ്രാവശ്യം താലികെട്ടോട് കൂടിയുള്ള നല്ലൊരു കല്യാണം. എല്ലാവിധ ആശംസകളും നേരുന്നു. സമ്പൽ സമൃദ്ധമായൊരു കുടുംബജീവിതം നയിക്കാനുള്ള അവസരം ഈ ദമ്പതിമാർക്ക് നേരുകയാണ്. പ്രാതരഗ്നിം പ്രാതരിന്ദ്രം ഭവാമഹേ പ്രാതർമിത്രാവരുണാ പ്രാതരശ്വിനാ പ്രാതർഭഗം ഭൂഷണം ബ്രഹ്മണസ്പതിം പ്രാതസോമൗദരുദ്രം ഭുവേമാ പ്രാതർജിതം ഭഗമുഗ്രം ഭുവേമ വയം പുത്രമതിദേജ്യോ വിദത്താ ആദ്രശ്ചിത്രം മന്യമാനസ്തുരശ്ചിത്രാജാദിത്യോ ഭഗം ഭക്ഷീത്യാഹ ഭഗപ്രണേതർഭഗസത്യരാധോ ഭഗേമാം ദിയമുഖവാദധന്നാ ഭഗപ്രണോ ജനയ ഗോഭിരശ്വൈർ ഭഗപ്രണഭൃമൃവന്തസ്യാമാ ദേവാനീം ഭഗവന്തസ്യാമ ഉദപ്രവിത്വ ഉദമധ്യേന്നാം ഉദോദിനാമഘവൻസൂര്യസ്യ വയം ദേവാനാം സുമതൗസ്യാമാ തദ്വാ ഭഗ സർവൈദ്യോ ഹരീമിസനോ ഭഗപുരം വസുജയേ പദായ അർവാചീനം വസുവിദം ഭഗന്നോരഥമിവാശ്വാവാലിന ആവഹന്തു അശ്വാവധീർഗോമധീർന ഉഷാസോ വീരവധീത്സദമുച്ഛന്തു ഭദ്രാ ഘൃതം ദുഹാനാ വിശ്വദാ പ്രവീദായൂയം വാദ സ്വസ്തിഭിः സദാനാ സദഞ്ജീവ ശരദോ വർദ്ധമാനഃ ശതോം ഹേമന്താരിഷന്ധ്വാവിദം ത്വാ പുനരാഗാ പുനർനവാ സ്വസ്തി ന ഇന്ദ്രോ വൃദ്ധശ്രവാ സ്വസ്തി നഃ പൂഷാ വിശ്വവേദാ സ്വസ്തി നസ്താക്ഷ്യോ വരിഷ്ഠനേമി സ്വസ്തി നോ ബൃഹസ്പതിർദധാതു. ബ്രോ കുറച്ച് വൈഡ് തരുവാ. എൽ സി ഉണ്ടോ കൈ? എൽ സി ഉണ്ടോ? എൽ സി ഒന്ന് കൊടുക്കണം നടക്കുന്നത്.
ആർന്നെടുക്കടാ പേസ് കാണിച്ചെടുക്കടാ എല്ലാരും. കിട്ടുന്നില്ല. കല്യാണത്തിന് മുല്ലപ്പള്ളി അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വേണമെങ്കിൽ ഈ വീഡിയോ 3 മിനിറ്റിനുള്ളിൽ തീർക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ കല്യാണ മണ്ഡപത്തിൽ വന്നിട്ട് കല്യാണം കാണാത്തവർ ഒരുപാടുണ്ട്. താലികെട്ടൊന്നും കാണാൻ പറ്റാത്തവരായി ഒരുപാട് പേരുണ്ട്. അപ്പോൾ കുറേ പേര് എന്നോട് പറഞ്ഞിരുന്നു വീഡിയോ എടുക്കുന്നത് കണ്ടല്ലോ, അപ്പോൾ എല്ലാം വീഡിയോയിൽ ഉൾപ്പെടുത്തണം, കട്ട് ചെയ്യരുത്, കാരണം ഞങ്ങളൊന്നും കല്യാണം കണ്ടിട്ടില്ല. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, 10 പേര് ക്യാമറമാൻമാരായിട്ട് തന്നെയുണ്ട്. പിന്നെ അതിൻ്റെ അസിസ്റ്റൻസ് ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ ഈ താലി കെട്ടുന്നതിൻ്റെ മുന്നിലൊക്കെ വന്നിട്ടാണ് അവരൊക്കെ ക്യാമറ ചെയ്യുന്നതും. അപ്പോൾ കുറേ ആൾക്കാർക്ക് കല്യാണം കാണാൻ പറ്റിയിട്ടില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ ഇവരുടെ റിലേറ്റീവ്സ് കുറേ ആൾക്കാരുണ്ട്, പുറത്തൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ അവർക്കൊന്നും നാട്ടിൽ വരാനും പറ്റിയില്ല, അവരൊന്നും കല്യാണം കാണാനും പറ്റിയില്ല. അവർക്കൊക്കെ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു കല്യാണത്തിന് പങ്കെടുക്കാൻ. പിന്നെ കണ്ടില്ലേ, സദ്യ കണ്ടില്ലേ, ഒരുപാട് ഐറ്റം. സദ്യ കഴിച്ചവരെല്ലാം പറഞ്ഞു ഭയങ്കര സദ്യയായിരുന്നു എന്നാണ് എല്ലാവരുടെയും അഭിപ്രായം. എല്ലാവരുടെയും സന്തോഷം കണ്ടില്ലേ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 23ലധികം സൈഡുകൾ ഞാൻ എണ്ണീട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ വേറൊരു സംഭവം ഇപ്പോൾ ഞാൻ കഴിച്ചത്, അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കഴിക്കുന്നതാണ്. നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. പക്ഷേ ഈ ഫുഡ് കഴിച്ച് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഇതൊക്കെ കൊണ്ട് തന്നത്. അപ്പോൾ ആ സമയം ഇത് കഴിക്കാൻ അങ്ങ് കൂടുതൽ കഴിക്കാനും പറ്റിയില്ല, കാരണം ഇത് ഇച്ചിരി മധുരമുള്ളത് തന്നെയാണ്. പിന്നെ അതൊരു വല്ലാത്തൊരു ടേസ്റ്റാണ് ആ സാധനത്തിൻ്റെ. നല്ല അടിപൊളി പ്രഥമനൊക്കെ ഉണ്ടോ. പിന്നെ ആ സാധനമാണ് ഞാൻ ഈ കാണിക്കാൻ പോകുന്നത്. ഇതിൻ്റെ പേരാണ് കോളി. ഒരു പായസം പോലത്തെ ഒരു സംഭവം കണ്ട.
അതിൽ ഒരു എന്താണ് പപ്പടം പോലത്തെ, അത് നല്ല സ്വീറ്റാണ്, നല്ലൊരു ടേസ്റ്റോട് കൂടിയുള്ളൊരു പപ്പടം പോലത്തെ ഒരു സാധനം. പിന്നെ പഴം ഇങ്ങനെ കുഴച്ചിട്ട് ആണ് കഴിക്കുന്നത്. ഈ കോളി എന്ന സംഭവം ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ്. അപ്പോൾ സദ്യയും എല്ലാം അടിപൊളിയായിരുന്നു, അടിപൊളി കല്യാണവും. ഇനിയത്തെ ചടങ്ങാണ് പ്രധാനപ്പെട്ട സംഭവം, യാത്രയയപ്പ്. അതൊരു വല്ലാത്തൊരു വികാരം തന്നെയാണ് കേട്ടോ. എൻ്റെ എല്ലാം പെങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് പോകുമ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു. ഞാനും കൂടെ പോയിട്ടുണ്ടായിരുന്നു, പക്ഷെ തിരിച്ചു വരുമ്പം കരഞ്ഞുകൊണ്ടാണ് വന്നത്. അപ്പോൾ ഇവിടെ യാത്രയാക്കുന്നത് കരഞ്ഞിട്ടും ചിരിച്ചിട്ടും എല്ലാം സന്തോഷത്തോടു കൂടിയും എല്ലാം കൂടിയാണ്. അപ്പോൾ എന്തായാലും വിവാഹ ജീവിതം മനോഹരമായി തീരട്ടെ. അതുപോലെ നിങ്ങൾ പറക്ക് മക്കളെ, എത്രത്തോളം ഉയരത്തിലെത്താൻ പറ്റുമോ അത്രത്തോളം ഉയരത്തിൽ പറന്നുല്ലസിക്കൂ.